ബേസിക് എക്സൈസ് ഡ്യൂട്ടി ₹1.40 മാത്രം അവർ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ 19.90 പിന്നെ എക്സൈസ് ഡ്യൂട്ടി മാത്രം പെട്രോളിന് മാത്രം 1 ലിറ്റർ മേടിക്കുന്നത്. സർ, കമ്പനികളുടെ ലാഭം, അവരുടെ ഡിവിഡൻഡ്, പെട്രോളിയത്തിൻ്റെ മറ്റ് ലാഭം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു വർഷം 4,15,244 കോടി രൂപ ഇതിൻ്റെ ഭാഗമായിട്ട് അധികമായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ഏറ്റവും വലിയ കൊള്ളയടിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ കൊള്ളയടിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റും അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ്. സർ, ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്ന് മുമ്പ് സർ, ഞങ്ങൾ 2018-ലും 2022-ലും 2 ഘട്ടത്തിൽ എല്ലാ പ്രാവശ്യവും കുറച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇതുപോലെ നിരന്തരമായ വർധന വന്നൊരു സാഹചര്യം വന്നില്ല. 2018-ൽ 1 ലിറ്ററിന് വെച്ച് ഞങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്ന പെട്രോളിന് അന്ന് 500-ലധികം കോടി രൂപയുടെ ഇളവാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് സർ. അതുപോലെ 2022-ൽ കേന്ദ്രത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ കുറവ് വന്നപ്പോൾ അപ്പം തന്നെ അത് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു സർ. സർ, നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ് സർ. ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ കുറച്ച് സബ്സിഡി ഡീസലിന് കൊടുക്കാൻ പറ്റേണ്ടതാണ്. സെലക്ട് ചെയ്തിട്ട് പാചകവാതകം, ഞാൻ വീട്ടിൽ പാചകവാതകത്തിൻ്റെ കാര്യം പറഞ്ഞു സാർ, പാചകവാതകം കിട്ടാനില്ല. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റി മാത്രമേ കൊടുത്തു, അടുത്ത കുറ്റി കിട്ടുമെന്ന് ഉറപ്പില്ല വാണിജ്യ സിലിണ്ടറിൻ്റെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതിൻ്റെ കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കണം. പാചകവാതകത്തിന് ആ സബ്സിഡി കൊടുക്കണം സർ. സാർ, ഈ തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് പറയാം, ഇപ്പം ഞങ്ങൾ തൊട്ട് മുമ്പ് വരെ അപ്പുറത്തിരുന്നാണ്, അപ്പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്, ഇപ്പുറത്ത് വന്നപ്പോൾ മാറ്റി പറയുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാം സാർ. അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണ്, യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അതെ, അപ്പുറത്തിരിക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുമ്പോഴും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെ പറയുമ്പോൾ അല്ല, അപ്പുറത്തിരിക്കുന്നു ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയപ്പോൾ എന്താ പെട്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായം മാറിയോ? ഇല്ല, അഭിപ്രായം മാറിയില്ല എന്നുള്ളതുകൊണ്ടാണ് 2 തവണ 2018-ലും 2022-ലും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് സാർ. എന്ന് മാത്രമല്ല ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് ടാക്സിന്റെ പെർസെന്റേജ് ഡിവിസിബിൾ പൂളിൽ തന്നിരുന്നത് 1.92% ആണ് സാർ. കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 1.92% ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി പോയി ഫൈറ്റ് ചെയ്തതും പുറത്ത് നടത്തിയ സമരവും ഡൽഹി നടത്തിയ സമരവും എല്ലാം നടത്തി. ആ സമരത്തിനൊക്കെ ഒരു പിന്തുണയും അന്നത്തെ പ്രതിപക്ഷം തന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നില്ല സാർ. അതൊക്കെ തരാതിരുന്നതാണ്. അങ്ങനെ തരാതിരുന്ന ആളുകൾ ഞങ്ങള് ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിന് മുന്നിൽ കണക്കുകൾ കൊടുത്ത് സാർ, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ധനകാര്യ പെർസെന്റേജ് 1.92 ആണെങ്കിൽ ഇപ്പോൾ 2.38 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടി അധികം ഉണ്ട്. 10,000 കോടി ധനകാര്യ കമ്മീഷന്റെ വരുമാനം കൂടിയുണ്ട്. അപ്പോ ഇത്തരം ഒരു കാര്യത്തിൽ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിലപാടെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട് സർ. ആ സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതൊന്നും തീരുമാനമായിട്ട് പറയാം. അത് അങ്ങേയറ്റം തെറ്റായ, ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റം കുറഞ്ഞിട്ട് 25 പൈസ ഉള്ളായിരുന്നു സാർ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്.